നമസ്കാരം. കെ ന്യൂസിന്റെ വാക്ക് വിത്ത് കാൻഡിഡേറ്റ് എന്ന പരിപാടിയിലാണെന്ന് ഇന്ന് നമ്മുടെ ഇപ്പോൾ ഉള്ളത് ആനക്കര ഗ്രാമപഞ്ചായത്തിലെ 11ാം വാർഡ് UDF സ്ഥാനാർത്ഥി സൽമ ബഷീറാണ്. സൽമ ബഷീറിന്റെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ നമുക്കറിയാം. എങ്ങനെയുണ്ട് സൽമ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളൊക്കെ? ഉഷാറായി നടക്കുന്നുണ്ട്. നല്ല പ്രതികരണമാണ് എല്ലാവരുടെ അടുത്തുനിന്നും. നല്ല എല്ലാ കാര്യത്തിനും നല്ല സപ്പോർട്ടാണ് എല്ലാവരും. ആളുകളുടെ ഇടയിൽ പോകുമ്പോൾ നല്ല കുഴപ്പമില്ലാത്തൊരു പ്രതികരണമാണ്. നല്ല നിലയിൽ ജയിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ട്. സ്ഥാനാർത്ഥിയാവും എന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അതെ അതെ, ആദ്യമായിട്ടല്ലേ മത്സരരംഗത്തുള്ളത്? അപ്പൊ തുടക്കക്കാരി എന്നുള്ള എന്തെങ്കിലും പരിഭ്രമം പ്രയാസങ്ങളൊക്കെ ഉണ്ടോ തുടക്കത്തിൽ? എനിക്ക് പരിഭ്രമം പ്രയാസങ്ങൾ അങ്ങനത്തെ പേടിയൊന്നും ഇല്ല. പക്ഷെ ഞാന് പഞ്ചായത്തിലെ ഓരോ കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ വരാറുണ്ട്. എന്നപോലെ തൊഴിലുറപ്പിന്റെ മോണിറ്ററിങ്ങില്, എന്ന പോലെ തന്നെ ഈ മറ്റേ വികസന സമിതിയിൽ അങ്ങനത്തെ ഒക്കെ ഓരോ കാര്യങ്ങൾക്കൊക്കെ എന്നപോലെ ഇന്റർവ്യൂ ബോർഡിലൊക്കെ ഈ 5 വർഷമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് പഞ്ചായത്തിന്റെ ഉള്ളിലേക്ക് പോണ ആ പേടിയൊന്നുമില്ല. പക്ഷെ ഞാന് ഒരു സ്ഥാനാർത്ഥി ആവണമെന്ന് ഒരിക്കലും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല. ആരെങ്കിലൊക്കെ നിൽക്കും എന്നുള്ള പ്രതീക്ഷകൾ തന്നെയായിരുന്നു. ലാസ്റ്റ് അങ്ങനെ സാഹചര്യം എന്നെ ദൈവം എന്നിലായിരിക്കും ഇത് നിയോഗിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ട് അങ്ങനെ നിൽക്കേണ്ടി വന്നു. സാഹചര്യം സന്ദർഭം ഒത്തു വന്നപ്പോഴാണ് സ്ഥാനാർത്ഥിയായത് അല്ലെ? പ്രത്യേകിച്ച് ചോദിക്കാനുള്ളത്, ഇപ്പൊ നമ്മൾ തെരഞ്ഞെടുപ്പ് വിജയിച്ച് ഒരു മെമ്പർ ആയി കഴിഞ്ഞാൽ ഈ വാർഡിന് വേണ്ടി കഴിഞ്ഞ ദിവസം ഇങ്ങനെ നടന്ന് കണ്ടപ്പോ ഈ വാർഡിന്റെ പോരായ്മകളും ഒക്കെ മനസ്സിലാക്കിണ്ടാവില്ല. എന്താണ് ഈ വാർഡിലെ ആളുകൾക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നത്? 2-3 ദിവസമായിട്ട് നമ്മളിങ്ങനെ ഉമ്മത്തൂര് ആ മേഖല നമ്മളുടെ വാർഡിന്റെ പുതിയതായിട്ട് 11ാം വാർഡിൽ കൂട്ടിച്ചേർന്ന മേഖലയിലൊക്കെ നടന്നപ്പോ മനസ്സിലായത്, നമ്മളൊന്നും കാണാത്ത രീതിയിലുള്ള വഴികളും അവിടെ ഓരോ കുന്നിന്റെ മുകളിലുള്ള വീടുകളൊക്കെ കണ്ടപ്പോൾ വളരെ പ്രയാസം തോന്നി. അപ്പൊ അവർക്കൊക്കെ എന്തായാലും അവരുടെ വീട്ടിലേക്ക് ഒരു രോഗിയായിട്ട് കിടക്കുന്ന സമയത്ത് പോലും അവരെ എടുത്തിട്ട് വേണം അങ്ങോട്ട് കയറ്റി കൊണ്ടുപോകാൻ. അപ്പൊ അതൊക്കെ കണ്ടപ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ തോന്നി. അവർക്ക് എന്തായാലും അവർക്ക് വീട്ടിലേക്ക് ഒരു വണ്ടി വരാളൊരു സൗകര്യം ചെയ്തു കൊടുക്കണം എന്നുള്ള നല്ലൊരു മനസ്സിൽ കണ്ടപ്പോൾ ഭയങ്കര പ്രയാസം തോന്നി. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ട്. എന്തായാലും അങ്ങനത്തെ ഒക്കെ ഒരു കാര്യങ്ങൾ കണ്ടപ്പോൾ ഒരു സാമൂഹ്യ പ്രവർത്തനത്തിൽ ഇഷ്ടപ്പെടുന്ന ഒരാളെന്നുള്ള നിലക്ക് മറ്റുള്ളവരുടെ വേദനകൾ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു പ്രയാസം എപ്പോഴും മനസ്സിൽ തോന്നുന്ന ഒരാളെന്നുള്ള നിലക്ക് വളരെ അധികം അതിന് മുൻഗണന കൊടുക്കണം എന്നുള്ളത് തോന്നിയിട്ടുണ്ട്. എന്തായാലും സാധാരണക്കാരുടെ പ്രയാസം മനസ്സിലാക്കുന്ന ഒരു മനസ്സിന്റെ ഉടമയാണ് സ്ഥാനാർത്ഥി എന്നതിൽ വളരെയധികം സന്തോഷം. എന്നാലും പ്രധാനമായിട്ടും ഈ ഭാഗത്തെ വഴികളുടെ കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധപ്പെട്ടിട്ടുണ്ടോ? അതെ, ഒരു ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു സ്ത്രീ ഒരു വീട് ചോർന്നൊലിക്കുകയാണ്. അപ്പൊ വീട് വെച്ച് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ കണ്ടപ്പോ നമുക്ക് ഇനി ഒരു മെമ്പർ ആയില്ലെങ്കിൽ പോലും അത് ചെയ്തു കൊടുക്കണം എന്ന് മാനസികമായിട്ട് മനസ്സിൽ തോന്നിയിട്ടുണ്ട്. സാധിക്കുമെന്നൊന്നും അറിയില്ല. എന്തായാലും ജയിച്ചിട്ട് UDF ഭരണം ഞാനൊരു മെമ്പറും കൂടി ആകുകയാണെങ്കിൽ എന്തായാലും ചെയ്തു കൊടുക്കും. ഇപ്പോൾ സ്ഥാനാർത്ഥി ആവുന്നതിന് മുന്നേ രാഷ്ട്രീയ പൊതുരംഗത്ത് എന്തെല്ലാം മേഖലയിലാണ് പ്രവർത്തിച്ചിരുന്നത്? വനിതാ ലീഗിന്റെ മണ്ഡലം സെക്രട്ടറിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ചെയ്യണിപ്പോൾ. അപ്പോൾ ഇങ്ങനെ ചെറിയ രീതിയിൽ സാമൂഹ്യ പ്രവർത്തനമൊക്കെ ചെയ്യലുണ്ട്. കല്യാണം, പാവപ്പെട്ട പെൺകുട്ടികളുടെ കല്യാണങ്ങളും അതുപോലെ തന്നെ ചികിത്സ, വീട്, അതിനൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മറ്റുള്ളവരൊക്കെ ഒന്ന് വാങ്ങിയിട്ടാണെങ്കിലും നമ്മൾ അവരൊക്കെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കലുണ്ട്. അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. സ്ഥാനാർത്ഥിക്ക് വേണ്ട ഏറ്റവും വലിയ ഗുണങ്ങൾ തന്നെയാണ് മറ്റുള്ളവർ പ്രയാസം മനസ്സിലാക്കി അവരെ സഹായിക്കുക. അതൊക്കെ വലിയൊരു കാര്യമാണ്. എന്തായാലും ഈ സ്ഥാനാർത്ഥിത്വം ഉചിതമായ ആളുകളാണ് എത്തിയിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും കൂടുതൽ ഇപ്പോൾ ചെറുതായ രീതിയിൽ പ്രവർത്തിക്കുന്നത് കൂടുതൽ കാര്യമായി പ്രവർത്തിക്കാൻ ഒരു വിജയം അനിവാര്യമാണ്. അപ്പോൾ ഈ വാർഡിൻ്റെ മെമ്പറായി തിരഞ്ഞെടുക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ആനക്കര ഗ്രാമപഞ്ചായത്തിലെ 11ാം വാർഡ് UDF സ്ഥാനാർത്ഥി സൽമ ബഷീറിന്റെ കൂടെയായിരുന്നു നമ്മൾ ഇതുവരെ ചെലവഴിച്ചത്. അവരുടെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ നമ്മൾ കേട്ട് കഴിഞ്ഞു. കഴിഞ്ഞ കാല പ്രവർത്തന പരിചയങ്ങൾ നമ്മളോട് വിവരിച്ചു. ഇനി ഒരു സ്ഥാനാർത്ഥിയിൽ നിന്ന് മാറി ഒരു മെമ്പറായി മാറിയാൽ ഈ പ്രദേശത്തെ വികസനത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്യുമെന്ന് നമ്മളോട് വിശദീകരിച്ചു. എന്തായാലും വളരെ നല്ലൊരു പ്രവർത്തന മേഖല കാഴ്ചവെക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. തീർച്ചയായും സൽമ ബഷീറിന് ഒരു മെമ്പറായി ഈ വാർഡിലെത്താനും അതുപോലെ തന്നെ വികസന പ്രവർത്തന പങ്കാളികളാനും ഈ കാണുന്ന ആളുകളെ കൂടെ തുടർന്നും വികസന പ്രവർത്തനം സജീവമാകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. എല്ലാവിധ വിജയാശംസകളും നേരുന്നു. മറ്റൊരു സ്ഥാനാർത്ഥിയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.